യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വേദഭാഗങ്ങളാണ്. നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 16-ാമത്തെ വാക്യത്തിലാണ്. എന്നാൽ അതിനു മുമ്പ് അതിന്റെ പശ്ചാത്തലത്തിൽ ഉള്ള വാക്യങ്ങളാണ് നമുക്ക് വായിപ്പാൻ കഴിഞ്ഞത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആത്മീയമായ കൂട്ടായ്മയിൽ നമ്മൾ വിവിധ കാര്യങ്ങൾ കൂട്ടായ്മയായി നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതിൽ ആരാധന എന്നുള്ള വിഷയം നമ്മൾ പൂർണ്ണമായി ചിന്തിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ കൂട്ടായ്മയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവസഭ മുഖാന്തരമാണ് നമുക്ക് ഈ ആത്മീയ നന്മകൾ അനുഭവിക്കാൻ കഴിയുന്നത്. ആരാധന എന്നുള്ള വിഷയത്തിൽ വ്യക്തിപരമായ ആരാധന നമുക്ക് നൽകാം. അതേപോലെ തന്നെ പ്രാർത്ഥന എന്നുള്ള വിഷയത്തിൽ വ്യക്തിപരമായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ അതേസമയം തന്നെ വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തിമത്തായി കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് സഭയായിട്ടുള്ള ആരാധനയും അതേപോലെ തന്നെ സഭയുടെ പ്രാർത്ഥനയും. സഭയുടെ പ്രാർത്ഥനയുടെ ശക്തി ഇതിനോടകം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പഴയ നിയമത്തിലാണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രാർത്ഥന എത്രത്തോളം ശക്തിമത്തായിരുന്നു, പ്രത്യേകിച്ച് ഒരു സഭയുടെ. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ നിയമസഭ ദൈവസന്നിധിയിൽ ഒരു മനസ്സോടെ ഐക്യതയോടെ പ്രാർത്ഥിച്ചപ്പോൾ വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്, സഭയുടെ ശ്രദ്ധയോടെയുടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതായത് ഒരാൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് ഓറിയന്റഡ് ആണ് സഭയായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും തന്നെ സഭയിലൂടെ ആത്മീക വളർച്ച പ്രാപിക്കണം എന്നുള്ളത് ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തിയായി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യമാണ്. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇവിടെ ഏറ്റുപറയുക എന്ന് പറയുന്നതായ പദം ഇംഗ്ലീഷിൽ കൺഫസ് ആണ്. അതിന്റെ മൂലപദത്തിന്റെ അർത്ഥം ഒരേ കാര്യം തന്നെ പറയുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പറയുന്നത്? നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നമ്മൾ ചെയ്തതായ പാപങ്ങൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ദൈവസന്നിധിയിൽ അതിന്റെ പേരോടുകൂടെ പറഞ്ഞ് നമ്മൾ ഏറ്റുപറയണം. അതായത് ഇനി ഞാൻ മേലാൽ ആ പാപം ചെയ്യില്ല എന്ന് നമ്മൾ ഏറ്റുപറയണം. ഇതാണ് കൺഫെഷൻ എന്ന് പറയുന്നത്. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്. ചില ആളുകൾ ചിന്തിക്കാറുണ്ട് ഇത് കുമ്പസാരത്തെ കാണിക്കുന്നു എന്നുള്ളത്. ഇത് ഒരിക്കലും കുമ്പസാരത്തെ കുറിച്ചല്ല പറയുന്നത്. മറിച്ച് ആദിമകാല സഭയുടെ വലിയൊരു പ്രത്യേകതയായിരുന്നു, ഒരാൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി അവർ വെളിപ്പെടുത്തി അവർ പൊതുസഭയോട് ക്ഷമാപണം ചോദിക്കുകയും പൊതുസഭ അവർക്ക് ക്ഷമാപണം കൊടുത്ത് അവരെ ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ, ആ ക്രിസ്തീയ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ കോംപ്ലക്സുകളെല്ലാം മറന്ന് ഐക്യതയോടുകൂടെ ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടുകൂടെ ഒന്നിച്ചു പോകുവാൻ സഹായിക്കുക എന്ന് പറയുന്നത്. ഇന്ന് അത് പ്രായോഗികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായോഗികം ആണ്. പക്ഷെ നമ്മൾ ആരും അങ്ങനെ ചെയ്യാൻ വളരെ സാധ്യത കുറവാണ്. നമ്മളെല്ലാവരും രഹസ്യമായി തന്നെ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാനാണ് ഇഷ്ടപ്പെടുന്നത്. നമുക്കറിയാം, കുമ്പസാരം എന്ന് പറയുന്നതായ ആ ഒരു കാര്യത്തിൽ പോലും ആളുകൾക്ക് വിശ്വാസമില്ലാതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം കുമ്പസാര രഹസ്യങ്ങൾ പോലും ചോരുന്നതായ ഒരു കാലമാണ്. ഞാൻ കുമ്പസാരം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് പറയല്ല കേട്ടോ. ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് മാത്രമേ അധികാരമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുന്നത് ദൈവത്തോടാ. പക്ഷേ നമ്മൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങളെ പൊതുസഭയ്ക്ക് നമ്മൾ മറയ്ക്കാതെ നമ്മൾ പൊതുസഭയിൽ അത് പബ്ലിക്കായിട്ട് പറയുന്നതായ ഒരു അനുഭവം അത് ആദിമസഭയിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, ഇത് വല്ലാത്തൊരു കാലഘട്ടമായതുകൊണ്ട് ഒരു പക്ഷെ അങ്ങനെ ആരെങ്കിലും പാപങ്ങളെ പബ്ലിക്കായിട്ട് ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടായിരിക്കും അവന്റെ ജീവിതത്തിൽ അവന് കൂടുതൽ പാപം ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് അത് വളരെയധികം പ്രായോഗികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ യാക്കോബ് സ്ഥലം പറയുന്നു, നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്. ഇതിനെക്കുറിച്ച് ചില വേദചിന്തകന്മാർ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, തമ്മിലുള്ള സംസാരങ്ങളിലോ അവർ തമ്മിലുള്ള ബന്ധങ്ങളിലോ വന്നതായ
പ്രശ്നങ്ങളെ തമ്മിൽ തമ്മിൽ ഏറ്റുപറഞ്ഞ് ഒരു സഭ എന്നവണ്ണം ഒരു ഐക്യതയോടുകൂടി നിന്ന് പ്രാർത്ഥിക്കുവാൻ അവർ പ്രേരിതമായി തീരുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വാക്യം പറയുന്നത്. എങ്ങനെയാണെങ്കിലും കർത്താവ് യാക്കോബ് പുസ്തകത്തിൽ കൂടെ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത്, നമ്മൾ തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവമാണ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി തരേണ്ടത്. നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായി നമ്മുടെ പാപങ്ങൾ നിൽക്കാൻ പാടില്ല. അത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അതേ വിശുദ്ധിയുടെ തലം തന്നെ നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയണം എന്നുള്ളത്. ഇനി ഇതിനെ മറ്റൊരു രീതിയിൽ കൂടെ ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 5-9 വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് പണിയപ്പെടുന്നു. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താ? നമ്മൾ പുരോഹിത വർഗമാകണം. ആരാണ് പുരോഹിതൻ? അതിനെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 2:9 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. നമ്മൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ തന്നെ നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. അതായത് രാജാവായ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ വംശത്തിൽപ്പെട്ടതായ രാജകീയ പുരോഹിത വർഗമായി, റോയൽ പ്രീസ്റ്റ്ഹുഡായി ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നു. ഇനി ആരാണ് ഒരു പുരോഹിതൻ എന്ന് പറയുന്നത്? ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് പുരോഹിതൻ എന്ന വാക്കുണ്ടായത്. ലാറ്റിനിൽ പൊന്തിഫിക്സ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം വൺ ഹു ബിൽഡ്സ് എ ബ്രിഡ്ജ്, പാലം പണിയുന്നവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം നമ്മൾ ഓരോരുത്തരും ദൈവത്തിനും മനുഷ്യർക്കിടയിൽ നിന്നുകൊണ്ട് പാലം പണിയുന്നവരാണ്. അതായത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ദൈവം വിളിച്ച് ആക്കി വെച്ചിരിക്കുന്ന പൊന്തിഫിക്സുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം എന്താ? നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഒരുവൻ രോഗിയായി കിടക്കുമ്പോൾ അവന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ സൗഖ്യത്തെ അനുഭവിപ്പാൻ അവന് കഴിയുന്നില്ലെങ്കിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ അവന് സ്പിരിച്വൽ ഹീലിങ്ങോ ഫിസിക്കൽ ഹീലിങ്ങോ അവന് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ ചെന്ന് അവന്റെ അസുഖത്തെ കൂട്ടുന്നതായ പരിപാടിയല്ല ചെയ്യേണ്ടത്. പലപ്പോഴും നമുക്കറിയാം, ആളുകൾ രോഗി സന്ദർശനത്തിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താണ് രോഗമെന്ന് ചോദിച്ചിട്ട് തനിക്ക് നേരിട്ടതായ രോഗത്തെക്കുറിച്ച് പറഞ്ഞ് ഭീതിപ്പെടുത്തി ഒരു നല്ലൊരു ഫിസിഷ്യനെ കുറിച്ചോ അല്ലെങ്കിൽ നല്ല ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചോ നമ്മൾ അയാൾക്ക് അഡ്വർടൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ദൈവം അതാണോ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്? നമ്മൾ യഥാർത്ഥമായിട്ടും പോന്തിഫിക്സ് ആണെങ്കിൽ, അതേ പാലം പണിയുന്നവരാണെങ്കിൽ, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ നിൽക്കുന്നവരാണെങ്കിൽ, നമ്മൾ ആ വ്യക്തിയെ ദൈവത്തോട് അടുപ്പിക്കുക ചെയ്യേണ്ടത്. സഹോദരൻ, നീ പാപിയാണെന്ന് പറയാനല്ല നമ്മൾ മെനക്കെടേണ്ടത്, മറിച്ച് അവൻ ചെയ്ത പാപങ്ങൾ അവന് ഓർമ്മ വരുത്തത്തക്കവണ്ണം നമ്മൾ അവനോട് സംസാരിക്കണം. അതിനെന്താ മാർഗം? അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ വചനം കേട്ടവർക്ക് കുത്തുകൊണ്ടു എന്നുള്ള വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മൾ രോഗികളോട് പങ്കിടണം. സുവിശേഷം ആണെങ്കിൽ സുവിശേഷം പറയണം. അല്ല, വിശ്വാസിയായ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട് ദൈവത്തോട് അടുക്കേണ്ടതിന്റെ പ്രാധാന്യമോ, അല്ലെങ്കിൽ കർത്താവ് സൗഖ്യം തരുന്ന ദൈവമാണെന്നോ വിശുദ്ധ വേദപുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ ആ വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ആ വ്യക്തിക്ക് ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. അതാണ് പാലം പണിയുക എന്ന് പറയുന്നത്. അങ്ങനെ ആ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തി തൻ്റെ പാപങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഓർമ്മിപ്പിക്കപ്പെട്ട് ആ വ്യക്തി ദൈവസ്ഥാനത്തിൽ നിരപ്പ് പ്രാപിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സൗഖ്യത്തിലേക്കുള്ള വഴി തുറക്കപ്പെടുവാനിടയായിത്തീരും. സാധാരണയായിട്ട് ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പ്രാർത്ഥനയും ദൈവം അപ്പോൾ മറുപടി കൊടുക്കുന്ന പ്രാർത്ഥനകളല്ല. ചിലതിന് വളരെ നാളുകൾ ദൈവം എടുക്കാറുണ്ട്. പക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ നമ്മൾ മനസ്സിലാക്കിയതായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ നമ്മളുടെ ഭാഗം രേഖപ്പെടുത്തി അറിയിച്ച് വളരെ ആദരപൂർവം സ്നേഹപൂർവം ദൈവത്തിന് ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ കാത്തിരിക്കുന്നവരായി തീരണം.
ചില വിഷയങ്ങൾക്ക് ദൈവം അന്നേരം മറുപടി കൊടുക്കും. ചില വിഷയങ്ങൾക്ക് ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുവാൻ ആഗ്രഹമുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ടൈം എടുത്തുന്നിരിക്കാം. പക്ഷേ കേട്ടതായ ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല എന്നുള്ള വളരെ ശക്തമേറിയതായ സന്ദേശം വിശുദ്ധ വേദോസ്തത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും പുരോഹിതന്മാരാണ്. നമ്മൾ മറ്റുള്ളവരെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കർത്താവ് യേശുക്രിസ്തു മൂലം നമ്മൾ കൊണ്ടെത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗമാണ്. അതേ നമ്മളുടെ ദൗത്യമാണ്. പരസ്പരം അവൻ്റെ നാമത്തിൽ നമ്മൾ ക്ഷമ ചോദിക്കത്തക്കോണം ആയെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗിയായ വ്യക്തി ആഗ്രഹിക്കുന്നതായ സൗഖ്യവും അനുഗ്രഹവും ആ വ്യക്തിക്ക് ഉണ്ടാകുവാനിടയായിത്തീരും. ഇതൊക്കെ നമുക്ക് വിശുദ്ധ വേദോസ്തത്തിൽ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ മെത്തേഡുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അപ്രകാരം തന്നെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു, എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാൻ കണ്ടതായ അന്നത്തെ വിശ്വാസ സമൂഹം, അന്നത്തെ ദൈവദാസന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധാലുക്കളായിരുന്നു. അവർ ഒരു വ്യക്തി രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹം മരിച്ചിട്ട് ഞാൻ പോകാം എന്നുള്ള ചിന്ത ഉള്ളവരായിരുന്നില്ല. രോഗിയെ കിടക്കുമ്പോൾ തന്നെ അയാളുടെ ബെഡിനരികിൽ പോയിരുന്ന് അവർക്ക് വേണ്ടി തുടർമാനമായി പ്രാർത്ഥിക്കുകയും ആ വ്യക്തിയെ ആത്മതപനത്തിലേക്കും അതേ ദൈവത്തോടുള്ള ബന്ധത്തിലേക്കും കൊണ്ടുവരുവാൻ ശ്രമിച്ചിരുന്നതായ ദൈവദാസന്മാരെയാണ് ഇന്നും ഞാൻ ഓർക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തരും രാജകീയ പുരോഹിതന്മാർ എന്ന നിലയിൽ നമുക്ക് മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് തന്നെ അവരുടെ അടുക്കിലേക്ക് ചെല്ലുവാനും അതേ ആത്മീയമായ സൗഖ്യവും ശാരീരികമായ സൗഖ്യവും അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതെല്ലാം തന്നെ കൂട്ടായ്മയിലൂടെ ലഭിക്കുന്നതായ ആത്മീക നന്മകളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പ്രാർത്ഥനയുടെ കൂട്ടായ്മ. ഇപ്പോൾ നമ്മൾ കാണുന്നത് സൗഖ്യം വരുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മീക കൂട്ടായ്മ. ആ കൂട്ടായ്മ അതേ ദൈവസഭയിലൂടെ ദൈവം നൽകുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്നതായ ഈ ആത്മീക അനുഗ്രഹങ്ങൾ അതെത്ര വലുതാണ്, അതിലേക്ക് നമുക്ക് ഒന്നിച്ചു കടന്നു വരാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചതായ ആത്മീയ അനുഗ്രഹങ്ങൾ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം എത്ര വലുതാണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചറിയുന്നു. പലപ്പോഴും ഞങ്ങൾ സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാതെ വ്യക്തിപരമായി ഞങ്ങൾ നിൽക്കുകയും വ്യക്തിപരമായി ഞങ്ങൾ കാര്യങ്ങളെ വീക്ഷിക്കുകയും ചെയ്യുന്ന നിമിത്തം സഭയായി ഞങ്ങൾ അനുഭവിക്കേണ്ട ആത്മീയ പ്രയോജനങ്ങളെ ഞങ്ങൾ അനുഭവിക്കാതിരിക്കുന്നു. കർത്താവെ, ആ നിലയിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊരു മാറ്റം തന്ന് ഈ ദിവസങ്ങളിൽ ദൈവവചനം എന്തോ പറയുന്നുവോ അതിനനുസരിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും ഒരുക്കപ്പെടുവാൻ, അതിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ. ഈ പ്രാർത്ഥനയും എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്നവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും അവർ നിറയപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.